ഇലയുടെ ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല പൂ പോലെ സോഫ്റ്റായിട്ടുള്ള ഇലയുടെ തയ്യാറാക്കാം. ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇലയുടെ ഇങ്ങനെ തുറക്കുമ്പോൾ വരുന്ന ആ മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ ആ പഴയകാല രുചിയിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഇലയുടെ ഉണ്ടാക്കുമ്പോൾ പലർക്കുമുള്ള പരാതിയാണ് ഇലയുടെ സോഫ്റ്റ് അല്ല, നല്ല കട്ടിയാണ്, അതുപോലെ ഇലയിൽ നിന്ന് വിട്ട് വരുന്നില്ല, അരിപ്പൊടി പൊട്ടിപ്പോകുന്നു എന്നൊക്കെ ഉള്ളത്. ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കട്ടിയൊന്നുമില്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ഇലയുടെ തയ്യാറാക്കാം. ഉള്ളിൽ ശർക്കരയും തേങ്ങയും അവിലും നിറച്ചിട്ടുള്ള ഇലയുടെ തയ്യാറാക്കാനായിട്ട് ആദ്യം ഇതുപോലെ വെള്ളം വെച്ച് ഒന്ന് തിളപ്പിക്കണം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് വെട്ടിത്തിളയ്ക്കണം. ആ സമയത്ത് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല നേർമയായ നമ്മൾ ഇടിയപ്പം തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇടിയപ്പത്തിന് നമ്മൾ മാവ് വാട്ടിയെടുക്കുന്ന രീതിയിലാണ് ഈ ഇലയുടെക്കും ഞാൻ മാവ് വാട്ടിയെടുക്കുന്നത്. അതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഇലയുടെ നമുക്ക് പൂ പോലത്തെ ഇലയുടെ തയ്യാറാക്കാൻ പറ്റും. ഈ വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ മാവ് നല്ലതുപോലെ വാട്ടിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നമുക്ക് സോഫ്റ്റ് ഇലയുടെ തയ്യാറാക്കാൻ പറ്റും. അരിപ്പൊടിയൊന്നും പൊട്ടിപ്പോകത്തില്ല, ഇലയിൽ നിന്ന് വിട്ട് വരും. ആ രീതിയിൽ നമുക്ക് ഈ ഇലയുടെ തയ്യാറാക്കാം. മാവിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഈ മാവ് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇലയുടെക്ക് ആവശ്യമായ ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ആ ശർക്കര പാനി നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അതിനകത്ത് വല്ല കല്ലൊക്കെ കാണും. അപ്പോൾ ശർക്കര പാനി ഇതുപോലെ അരിച്ച് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആ ശർക്കരയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് അവിൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും അവിലും കൂടി ചേർത്ത മിക്സാണ്, ശർക്കരയും തേങ്ങയും അവിലും കൂടി ചേർന്ന മിക്സാണ് ഞാൻ ഈ ഇലയുടെക്കുള്ളിൽ വയ്ക്കുന്നത്. നമുക്ക് പല രീതിയിൽ ഇലയുടെ തയ്യാറാക്കാം. അപ്പോൾ ഈ ഇലയുടെ ഫില്ലിങ് ശർക്കരയും തേങ്ങയും അവിലുമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ശർക്കരയുടെ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി ഇതെല്ലാം നല്ല ഇതായിട്ട് ഒട്ടും അല്പം പോലും ജലാംശം ഇല്ലാതെ നമുക്കിതൊന്ന് എടുക്കണം. ഇലയുടെക്ക് ആവശ്യമായ ഫില്ലിങ്സ് തയ്യാറായി. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ തന്നെ മാവൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന പ്രസ് എടുക്കണം. അതിനകത്ത് ഇതുപോലെ 2 കവർ വെച്ച് കൊടുക്കണം. അങ്ങനെ വെക്കുമ്പോൾ നമുക്കതിൽ ഒട്ടില്ല. എന്നിട്ട് നമുക്കിതിൽ ഓരോ ഉരുളകളായിട്ട് അതിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഇതിനെ നമുക്കിനി ഇലയിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഇലയുടെ നമുക്ക് തയ്യാറാക്കാം. ഒട്ടിയൊന്നും പിടിക്കില്ല. ഇലയിൽ വെച്ച് നമുക്ക് കൈ വെച്ച് പരത്തുകയും വേണ്ട. ഇതുപോലെ പ്രസ്സിൽ വെച്ച് പരത്തിയിട്ട് ഇതുപോലെ വാഴയിലയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കാം. ഫില്ലിങ് കൂടി വെച്ച് കൊടുത്ത് ഇതിനെ ഇലയുടെ നമുക്ക് മടക്കിയെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ഇലയുടെയാണിത്. ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് ഇലയുടെ തയ്യാറാക്കാൻ പറ്റും.
ഈ രീതിയിൽ ഇലയുടെ തയ്യാറാക്കിയത് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇലയുടെ നമുക്ക് ഇത് വേവിക്കാതെ തന്നെ നമുക്കിത് കയ്യിലിങ്ങി ഇളക്കിയെടുക്കാം. നമുക്ക് ഇല ഇല്ലാത്തവർക്ക് പോലും ഈ രീതിയിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് ഇലയുടെ തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇലയുടെ തയ്യാറാക്കിയെടുക്കാം. ഇല കിട്ടാത്തവർക്കും ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ സോഫ്റ്റ് ഇലയുടെ തയ്യാറാക്കാം. ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്കിതുപോലെ ഒന്ന് ഇലയുടെ തയ്യാറാക്കിയെടുക്കാം. നമുക്കിനി ഈ ഇലയുടെ എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് റെസിപ്പിയാണ്. അതുമാത്രമല്ല ഇലയുടെ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ പഴയകാല രുചിയാണ് മനസ്സിൽ ഓടി വരുന്നത്. ഏതൊക്കെ രീതിയിലുള്ള ഫുഡ് ഇപ്പോൾ ഒരുപാട് രീതിയിൽ ഫാസ്റ്റ് ഫുഡും നമുക്ക് ഈവനിങ് സ്നാക്സ് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇലയുടെ എന്ന് കേൾക്കുമ്പോൾ ആ ഇലയിൽ നിന്ന് വരുന്ന ആ ഒരു പ്രത്യേക മണവും ഒരു പഴയകാല രുചിയാണ്. ഇതുപോലെ ഇങ്ങനെ തുറന്ന് വരുമ്പോൾ വരുന്നൊരു മണമുണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ് ആ ഇലയുടെ ഒരു മണവും രുചിയൊക്കെ. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ തയ്യാറാക്കാൻ പറ്റും. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ രീതിയിലാണോ നിങ്ങളും ഇലയുടെ തയ്യാറാക്കുന്നത്? ഇലയുടെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇലയുടെ ഇഷ്ടമുള്ളവർ, ആർക്കും ഇഷ്ടമില്ലാത്തതായിട്ട് കാണില്ല. ഇലയുടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.